ചരിത്ര സ്മരണകളോടെ പാട്ടബാക്കി നാടകം മെയ് 18-ന് വീണ്ടും അരങ്ങിലെത്തും. വടക്കേക്കാട് കൊടമന നാരായണൻ നായർ സ്മാരക വായനശാലയിൽ നടക്കുന്ന പരിശീലന ക്യാമ്പ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദർശിച്ചു. കെ ദാമോദരൻ രചിച്ച കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി നാടകത്തിന്റെ പരിശീലനം സജീവമായി നടന്നുവരികയാണ്. സിപിഐ ജന്മശതാബ്ദി ആഘോഷ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് കൊടമന നാരായണൻ നായർ സ്മാരക വായനശാലയിൽ നടത്തുന്ന റിഹേഴ്സൽ ക്യാമ്പിലാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദർശനം നടത്തിയത്. പുസ്തകവും പേനയും നൽകിയാണ് സംസ്ഥാന സെക്രട്ടറിയെ ക്യാമ്പംഗങ്ങൾ സ്വീകരിച്ചത്. കേരളീയ നാടക കലാസങ്കേതത്തെയും സാമൂഹിക ചരിത്രത്തെയും മാറ്റിയെഴുതിയ ഒരു മഹാനായ വിപ്ലവകാരിയായിരുന്നു കെ ദാമോദരനെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. തുടർന്ന് നാടകം രചിക്കാനുണ്ടായ സന്ദർഭത്തെക്കുറിച്ചും ആ നാടകം അക്കാലത്തുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ചും സിപിഐ സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചു. ഒരു കാലത്ത് കർഷകരാകെ ജന്മിത്വത്തിൻ്റെ ചോട്ടറിയിൽപ്പെട്ടാകുന്ന കാലത്ത് അവരുടെ മേൽ മുഖം വെച്ച് കെട്ടിയ ചൂഷകവാഴ്ചക്കെതിരായി കർഷകരെ സംഘടിപ്പിക്കാൻ കർഷക പ്രസ്ഥാനം സടകുടഞ്ഞെഴുന്നേറ്റ കാലത്ത് ആ മുന്നേറ്റങ്ങൾക്ക് ആക്കം പകർന്നു ഈ നാടകം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശതാബ്ദി വർഷത്തിൽ അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ പാർട്ടി നടത്തുന്ന വലിയ സമ്മേളനത്തിൽ നാം വീണ്ടും പാട്ടബാക്കിയെ അരങ്ങത്തേക്ക് തിരിച്ചു വിളിക്കുകയാണ്. നാടകത്തിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ആശംസ നേരുകയും തുടർന്ന് നാടക റിഹേഴ്സൽ കാണുകയും ചെയ്തു. സിപിഐയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നാടകം അരങ്ങേറുക. 1937 കർഷക സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നതിനാണ് കെ ദാമോദരൻ പാട്ടബാക്കി നാടകം എഴുതുന്നത്. നാടകം ആദ്യം അവതരിപ്പിക്കുന്നത് വയലത്തൂർ കൂട്ടാടൻ പാടത്ത് വെച്ചാണ്. ഇപ്പോൾ നാടകം പിറവിക്കൊണ്ട വയലത്തൂരിൽ വീണ്ടും തിരിച്ചെത്തുകയാണ് നാടകം. ആദ്യ അവതരണത്തിന്റെ 88ാം വർഷത്തിലാണ് പ്രമുഖ നാടക പ്രവർത്തകൻ ബാബു വയലത്തൂരിന്റെ സംവിധാനത്തിൽ നാടകം വീണ്ടും അരങ്ങിലെത്തുന്നത്. ഇത് നമ്മുടെ എല്ലാം ജീവിതം കർഷക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് വയലത്തൂർ കുട്ടാടമ്പാടത്ത് വെച്ച് ഒരു നാടകം അവതരിപ്പിക്കുന്നത് പാട്ടബാക്കി എന്നാണ് ആ നാടകത്തിന്റെ പേര്. പരിസര പ്രദേശങ്ങളിലെ തൊഴിലാളികളും നാടക പ്രവർത്തകരുമാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. സിപിഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ, ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, സ്വാഗത സംഘം ചെയർമാൻ പ്രേംരാജ് ചൂണ്ടലാത്ത്, പാർട്ടി നേതാക്കളായ KK ജ്യോതിരാജ്, VM മനോജ്, T ഭാസ്കരൻ, ജിതേഷ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. പ്രദേശത്തുനിന്നു ശേഖരിച്ച കപ്പയും കാന്താരിമുളക് ചമ്മന്തിയും കട്ടൻ ചായയും കലാപ്രവർത്തകർക്കൊപ്പം കഴിച്ചാണ് ബിനോയ് വിശ്വം മടങ്ങിയത്. കൊടമന സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ മെയ് 18-നാണ് നാടകാവതരണം.